ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാറുള്ളത്, സിറാജിന്റെ വാപ്പ പള്ളിപ്പറമ്പിലാ പോയപ്പോ കൊണ്ടുപോയത് ഞങ്ങള് വാങ്ങിക്കൊടുത്ത 3 കഷ്ണം വെള്ള തുണിയാടാ മോനെ. കഫാ ബിൽ മൗതി വായിലാ, അതിനേക്കാളും ഒരു ഉപദേശം എനിക്കില്ല, അതിനേക്കാളും ഒരു ഉപദേശം എനിക്കില്ല. എന്റെ വാപ്പാനെ കൊണ്ട് ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് ഉപ്പാടെ നെഞ്ചിന്റെ മുകളിലേക്ക് പിടിമണ്ട് വാരിയിട്ടപ്പോ അതിനേക്കാളും വലിയ ഒരു ഉപദേശം തരാൻ ഈ ലോകത്താരെ കൊണ്ടും കഴിയില്ലല്ലോ. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ നന്നാകാൻ ഒരു ഉപദേശം താ നബിയേ, നന്നാകാൻ ഒരു ഉപദേശം താ നബിയേ. എല്ലാരും ചോദിക്കുമല്ലോ, ഉസ്താദേ നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ ഉസ്താദേ. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ നന്നാകാൻ ഒരു ഉപദേശം തരുവോ? മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയോ? യാ അബൂദർ സനിൽ ഖുബൂർ, പള്ളിപ്പറമ്പിലേക്ക് ഒന്ന് പോയി നോക്ക് അബൂദറേ. മുത്തുനബി പറഞ്ഞതാ, ചെറുപ്പക്കാരാ നന്നാകണോടാ പൊന്നുമോനെ, നന്നാകണോടാ പൊന്നുമോനെ, പള്ളിപ്പറമ്പിലേക്കൊന്ന് പോയി നോക്കടാ. ഈ നാടിനെ വിറപ്പിച്ച എത്രയോ മഹാന്മാരവിടെ കിടപ്പുണ്ട്. എല്ലാം തന്റെ കാൽ കീഴിലാണെന്ന ചിന്തയോടെ നടന്നവന്റെ തലച്ചോറിലെ വളമെടുത്തിട്ടവന്റെ നെഞ്ചത്തൊരു ചെടി ഇങ്ങനെ കിളിച്ചു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് മോനെ, പള്ളിക്കാട്ടിലേക്കൊന്ന് കടന്നു പോകൂ. വഅഗ്സിലുൽ മൗതാ, മരിച്ച വീട്ടിൽ പോയാ മയ്യത്ത് കുളിപ്പിക്കാ കൂടണേ. ഈ സദസ്സിലിരിക്കുന്നവരോട് എനിക്ക് പറയാറുള്ളത്, മരണ വീട്ടിൽ ചെന്നിട്ട് മയ്യത്ത് കുളിപ്പിക്കാനെടുക്കുന്ന സമയത്ത് നീയാ കുളിപ്പിക്കുന്ന സ്ഥലത്തൊന്ന് കേറണേ. അനങ്ങാതെ കിടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, തണുത്തു വിറങ്ങലിച്ച് കിടക്കുന്ന ശരീരം തരുന്ന ഉപദേശത്തിനേക്കാൾ നിനക്ക് തരാൻ വേറെ ഒരു ഉപദേശമില്ല മനുഷ്യ.